വെൽഡ്യൂബ് സയൻസ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും, എന്നാൽ അതിനുശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് ലൈക്കും ഷെയറും തരണമെന്നും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ അർജി ക്രേവിംഗ് എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ക്രേവിംഗ് എന്ന് പറയുന്നത് നമ്മൾ സിഗരറ്റ് വലിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദമാണ്. നമുക്ക് സിഗരറ്റ് വലിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദത്തിനാണ് ക്രേവിംഗ് എന്ന് പറയുന്നത്. അതുപോലെ അർജി എന്ന് പറയുന്നത് നമ്മൾ സിഗരറ്റ് നമ്മുടെ ബ്രെയിനിൽ നിക്കോട്ടിൻ കുറവാണ് എന്ന് തോന്നുമ്പോൾ നിക്കോട്ടിൻ ചോദിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഇതൊരു ഫിസിക്കൽ ഫീലിംഗ് ആണ് അർജി എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് എല്ലാ സിഗരറ്റ് വലിക്കാരെയും ബുദ്ധിമുട്ടിക്കുന്നതും അവർക്ക് ഈ ഒരു ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയാത്തതും. കാരണം അവർക്ക് ഈ ക്രേവിംഗ് ആണ് പ്രധാന പ്രശ്നം, അല്ലെങ്കിൽ അർജാണ് പ്രധാന പ്രശ്നം. ഇന്ന് നിർത്തി കഴിഞ്ഞാൽ നാളെ അവർക്ക് ഈ സിഗരറ്റിനോടുള്ള ക്രേവിംഗ് കാരണം അതൊരു സൈക്കോളജിക്കലാണ് കൂടുതലായിട്ട് ഈ ക്രേവിംഗ് എന്ന് പറയുന്നത്. കാരണം തുടർച്ചയായി ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ അവർ സിഗരറ്റ് വലിച്ച് ബ്രെയിനിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്, ഒരു ന്യൂറൽ പാത്ത് അവർ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രേവിംഗിൽ നിന്ന് അവർക്ക് പുറത്തു വരാൻ കഴിയാത്തത്. അതുപോലെ അർജി എന്ന് പറയുന്നതും ഇതേപോലെ നിക്കോട്ടിൻ തീരുന്ന സമയത്ത് വീണ്ടും നിക്കോട്ടിൻ ചോദിക്കുകയാണ്. 2 അവേഴ്സിനുള്ളിൽ നിക്കോട്ടിൻ പകുതിയായി കുറയും. അപ്പോഴും ബ്രെയിൻ നിങ്ങളെ സന്തോഷിപ്പിക്കേണ്ട ആവശ്യം കൊണ്ട് നിങ്ങളോട് കൂടുതൽ കൂടുതൽ നിക്കോട്ടിൻ ചോദിക്കുമ്പോൾ നിങ്ങൾ അത് ചോദിക്കുന്ന ഒരു റിമൈൻഡർ മാത്രമാണ് ഈ അർജി എന്ന് പറയുന്നത്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് മിക്ക ആളുകൾക്കും ഈ ഒരു ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്തത്. കാരണം നിക്കോട്ടിൻ ഓൾറെഡി നിങ്ങളുടെ ബ്രെയിൻ ഹാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ സപ്പോസ് ഒരു മൊബൈലല്ല, നിങ്ങളുടെ ഒരു മൊബൈലിൽ വൈറസ് കയറി കഴിഞ്ഞാൽ പിന്നെ വൈറസ് പറയുന്ന പോലെയാണ് മൊബൈൽ വർക്ക് ചെയ്യുക. അതേപോലെ തന്നെയാണ് ഒരു നിക്കോട്ടിൻ തുടർച്ചയായി ഉപയോഗിച്ച് നിക്കോട്ടിൻ അഡിക്റ്റഡ് ആയ ഒരു വ്യക്തിക്ക് നിക്കോട്ടിൻ പറയുന്നതിനനുസരിച്ചാണ് അദ്ദേഹത്തിന്റെ ബ്രെയിൻ പെരുമാറുന്നത്. നമുക്ക് തോന്നുന്നു നമ്മൾ പറയുന്ന പോലെയാണ് പെരുമാറുന്നത് എന്നല്ല, എന്നാൽ അതല്ല സത്യം. നിക്കോട്ടിൻ പറയുന്നതിനനുസരിച്ച് ബ്രെയിൻ പെരുമാറുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത് ലീഗലൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം ഇത് ഒരുപാട് റവന്യൂ തരുന്നതാണ് ഗവൺമെന്റിന്. ഒരുപാട് ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. വില 40% ടാക്സ് ചുമത്തുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് അഥവാ ബാൻ ചെയ്യുകയാണെങ്കിൽ, പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇതൊന്ന് ബാൻ ചെയ്തുകൂടെ. പക്ഷെ ഇത് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ട് ഇത് വരും. അപ്പോൾ ഇത് നിലവിലുള്ളതിനേക്കാൾ വസ്റ്റ് ആയിട്ടുള്ള രീതിയിലുള്ള സിഗരറ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത് നിങ്ങളെ ചിലപ്പോൾ ആരോഗ്യം ഇതിനേക്കാൾ കൂടുതൽ ഇത് കൂടുതൽ പ്രശ്നം തന്നെയാണ്, എന്നാൽ അതിനേക്കാൾ ചിലപ്പോൾ മാരകമായ വിഷാംശങ്ങളെല്ലാം നിറഞ്ഞിട്ടുള്ള ആ, സിഗരറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ അറിയാം, നമുക്ക് ബിവറേജ് ഉണ്ട്. എന്തുകൊണ്ട് ബിവറേജുകൾ ഉണ്ട്? അതായത് അതിനു മുമ്പ് ഒരുപാട് തവണ കൃത്രിമമായ ആൽക്കഹോൾ എല്ലാം കഴിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബിവറേജ് തുറന്ന് അത് കുഴപ്പമില്ലാത്ത മദ്യം, കുഴപ്പമില്ലാത്തത് മീൻസ് വിഷമില്ലാത്ത മദ്യം കൊടുക്കുക എന്ന, വ്യാജ മദ്യം കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ബിവറേജുകൾ ഇന്ന് നിലവിൽ വന്നിട്ടുള്ളത്. എന്ന് പറഞ്ഞതുപോലെയാണ്, സപ്പോസ് ഇത് നിർത്തുകയാണെങ്കിൽ, പല ആൾക്കാരും എന്നോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇത്രയും പ്രശ്നങ്ങളുള്ള ഈ സിഗരറ്റ് ഗവൺമെന്റിനെ നിരോധിച്ചു കൂടെ എന്ന്. പക്ഷെ അത് നിരോധിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നിരോധിച്ചു കഴിഞ്ഞാൽ അത് കൃത്രിമമായ ആ, സിഗരറ്റ് ചിലപ്പോൾ മാർക്കറ്റിൽ കിട്ടും. അത് നിങ്ങളുടെ ആരോഗ്യത്തെ വളരെ മോശമാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതൊരു വരുമാനം കൂടിയാണ്. ഇനി നമ്മൾ നിക്കോട്ടിന്റെ ഒരു നിക്കോട്ടിൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിക്കോട്ടിൻ നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഗുണം നമുക്ക് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും, നിങ്ങളുടെ ധൈര്യം കൂടും. അതുപോലെ തന്നെ ഏറ്റവും മികച്ച ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഇതുവരെ അറിയാത്ത ടേസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും. അതേപോലെ തന്നെ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടാൻ സഹായിക്കും. അതേപോലെ നിങ്ങളുടെ സ്കിൻ, അതുപോലെ നിങ്ങളുടെ ലുക്ക്, ഇതെല്ലാം വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളെ കാണാൻ തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രായക്കുറവ് വരും. നിങ്ങൾ ഇത് നിർത്തിയിട്ട് ഒരു 1 ഇയർ എല്ലാം നിങ്ങൾ നിർത്തുമ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു 6 മന്ത്സ് ആകുമ്പോഴത്തേന് തന്നെ നിങ്ങളുടെ സ്കിന്നെല്ലാം വളരെയധികം നല്ല രീതിയിൽ ആ, മികച്ചതായി വരും. അതോടെ തന്നെ നിങ്ങളുടെ ഏജ് നിങ്ങൾക്ക് കുറഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ലൈഫ് കൂടുതൽ എൻജോയ് ചെയ്യുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. അതേപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ നല്ല പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിയും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി വളരെയധികം കൂടുതലായിരിക്കും. നിങ്ങൾക്ക് മറ്റൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എനർജി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സിഗരറ്റ് കൊടുക്കുന്നതോടെ തന്നെ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്ത് വരികയാണ്. അവസാനം എൻഡപ്പ് ചെയ്യുന്നതും ഡ്രെയിൻ ചെയ്ത് എനർജി വളരെയധികം
കുറഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഒരു ദിവസം അവസാനിപ്പിക്കുന്നത് പോലും. പക്ഷെ അല്ലാതെ നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മണി സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂ വളരെ കുറയും. നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്, നിങ്ങൾ ഡോക്ടേഴ്സിനെ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട് കാണേണ്ട ഒരു ആവശ്യമേ നിങ്ങൾക്ക് വരില്ല. അതുപോലെ നല്ല മൂഡ്, റിലാക്സ് ആവും, സ്ട്രെസ് ആവും. സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ജീവിതമെല്ലാം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ സംബന്ധമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 20 മിനിറ്റ് സിഗരറ്റ് നിർത്തി കഴിഞ്ഞ് ആദ്യത്തെ 20 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ നോർമൽ ആവും. അതേപോലെ തന്നെ അത് ഹാർട്ട് റേറ്റ് അതേപോലെ നോർമൽ ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിൽ നിന്നും കാർബൺ മോണോക്സൈഡ് ലെവൽ വളരെ സ്റ്റേബിൾ ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ട് റിസ്ക് കുറയുവാൻ വളരെയധികം ഉപകരിക്കും നിങ്ങൾ സ്മോക്കിംഗ് നിർത്തുകയാണെങ്കിൽ. അതായത് നിങ്ങൾക്ക് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയും നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസുകൾ നിങ്ങൾക്ക് ഒരു ഹാഫായിട്ട് പകുതിയായിട്ട് കുറയും നിങ്ങൾക്ക് 1 ഇയർ കഴിയുമ്പോഴേക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻഫെക്ഷൻസ്, ചെസ്റ്റിൽ ഉണ്ടാകുന്ന നിരന്തരമായ ഇൻഫെക്ഷൻസ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങളുടെ ലിവർ വളരെ നന്നായി വർക്ക് ചെയ്യും. അത് ശരീരത്തിലെ എല്ലാ ഇൻഫ്ലമേഷനും മാറ്റി ലിവർ ഡീടോക്സിഫൈ ചെയ്യും. നല്ല രീതിയിൽ ലിവർ പ്രവർത്തിച്ചാൽ തന്നെ നമ്മുടെ ആരോഗ്യം വളരെയധികം നന്നായിരിക്കും. അതുപോലെ തന്നെ ബ്രെയിൻ പവർ ഇംപ്രൂവ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്ക് എന്തൊക്കെയാണ് ഗുണം കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ ഫാമിലിക്ക് ഒന്ന്, നമുക്ക് കൂടുതൽ സമയം അവർക്ക് കൊടുക്കാൻ കഴിയും. മറ്റേ നമ്മൾ ഈ സിഗരറ്റ് കൊണ്ട് നമ്മൾ ഒന്നുകിൽ നമ്മുടെ എനർജി വളരെ ഡൗൺ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് സമയം ഉണ്ടാവില്ല. കാരണം സിഗരറ്റിന് തന്നെ നമ്മൾ ഒരു ദിവസം 2 മണിക്കൂറൊക്കെ നമ്മൾ അതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഫാമിലിക്ക് ഒരുപാട് സമയം കൊടുക്കാൻ പറ്റും. ഫ്രണ്ട്സിന്റെ കൂടെ ഒരുപാട് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് നിങ്ങളെ റെസ്പെക്ട് ചെയ്യും. കാരണം ഇതിന്റെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ഇതിന്റെ ഒരു എനർജി കുറവും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നതോടുകൂടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും. ഫാമിലിയുടെ കൂടെ, ഫ്രണ്ട്സിന്റെ കൂടെ ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു കുറ്റബോധം മറ്റുള്ള നോൺ സ്മോക്കേഴ്സിനോട് തോന്നുന്ന ആ, ആ ഒരു കുറ്റബോധം നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഓക്കെ, മറ്റുള്ള സാഹചര്യങ്ങൾ ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ കിഡ്സ്, നിങ്ങളുടെ കുട്ടികൾ, അതേ ഭാര്യ, ഇവരെയെല്ലാം മാറ്റി നിർത്തി നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കേണ്ട ഒരു ആവശ്യകത നിങ്ങൾക്ക് നിലവിലുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു സിഗരറ്റ് വലിക്കാത്ത ഒരു നോൺ സ്മോക്കറായി നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ നേരം അവരോട് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് അവരോടൊത്ത് എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധം പോലും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് വായുനാറ്റം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ സെക്ഷൽ ഹെൽത്ത് വളരെയധികം മികച്ചതാക്കാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല സ്ലീപ്പ് ലഭിക്കും. ഏറ്റവും മികച്ച സ്ലീപ്പ്, ഉറക്കം നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡിയിൽ നിന്നും ഈ പോയിസൺ വളരെയധികം കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ബോഡി ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരം ഹൈ എനർജറ്റിക് ആയിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ കഴിയും. ഇന്ന് സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ട് വരുന്ന ക്വിറ്റിംഗ് മെത്തേഡ്സ് ആണ് സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത്, അല്ലെ അഡ്വൈസ്, മറ്റുള്ളവരുടെ പ്രഷർ ഉപദേശത്താൽ നിർത്തുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ്, അതായത് നിക്കോടെക്സ് പോലെയുള്ള ചൂയിങ്ങങ്ങൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ സിഗരറ്റിന്റെ എണ്ണം കുറച്ച് കൊണ്ടുവരിക. പക്ഷെ ഇതൊന്നും ശാശ്വതമായ ഒരു മാർഗമല്ല. ഇതെല്ലാം കുറച്ച് ഹ്രസ്വകാലത്തേക്ക് ചിലപ്പോൾ നടന്നു എന്ന് വരും. പക്ഷെ ദീർഘകാലത്തേക്ക് ഇതൊന്നും ശരിയായില്ല. കാരണം നമ്മൾ സെൽഫ് കൺട്രോൾ നമ്മൾ എടുക്കുകയാണ്. അതായത് നമ്മുടെ വിൽ പവർ കൊണ്ട് നമ്മൾ നിർത്തുകയാണെങ്കിൽ, നമ്മുടെ വിൽ പവർ കൊണ്ട് നിർത്തുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൽ 2 തരത്തിലുള്ള ഫൈറ്റ് നടക്കും. ഒന്ന്, ഇത് സിഗരറ്റ് നിർത്തണം എന്നുള്ള നിങ്ങളുടെ തീരുമാനം. 2, ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി നിക്കോട്ടിൻ അഡിക്റ്റ് ആണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ ശരീരത്തിൽ കൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കും നിക്കോട്ടിൻ വേണം, നിക്കോട്ടിൻ വേണം എന്നുള്ള, അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ തമ്മിലുള്ള ഫൈറ്റ് ഒരു 2-3 ദിവസം നിൽക്കും. 2-3 ദിവസത്തേക്ക് ഈ ഫൈറ്റ് മുന്നോട്ട് പോകും. പക്ഷെ അത് കഴിയുന്നതോടുകൂടെ എനിക്ക് നിക്കോട്ടിൻ വേണം എന്ന തീരുമാനത്തിലേക്ക് നിങ്ങൾ മാറുക. അതുപോലെ തന്നെ മറ്റുള്ളവർ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ദൂരമൊന്നും പോകില്ല. കാരണം ഈവൻ നിങ്ങൾ നാളെ മരിക്കും എന്ന് പറഞ്ഞിട്ട് പോലും, ഡോക്ടേഴ്സ് പറയുകയാണെങ്കിൽ പോലും പല ആൾക്കാർ അതിനുശേഷവും സിഗരറ്റ് വലിക്കുന്നുണ്ട്. കാരണം ആ ഒരു സിഗരറ്റിന്റെ ലൂപ്പിൽ പെട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അവർക്ക് പുറത്തെത്തണമെങ്കിൽ ശാസ്ത്രീയപരമായിട്ട് മാത്രമേ അവർക്ക് പുറത്തു വരാൻ കഴിയുള്ളൂ. അപ്പൊ അതും പ്രാക്ടിക്കൽ അല്ല. പിന്നെ വരുന്നതാണ് നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ്. നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നതും ഈ പറഞ്ഞതുപോലെ ഒരു പരിധിയുണ്ട്. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് സിഗരറ്റ് വലിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആത്മസുഖം, അല്ലെങ്കിൽ ആ ഒരു മാനസികപരമായി കിട്ടുന്ന ഒരു ഗുണം നിങ്ങൾക്ക് ലഭിക്കില്ല. ഒരു സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കില്ല. അത് സംതൃപ്തി ലഭിക്കാത്തപ്പോഴേക്കും നിങ്ങൾ തിരിച്ച് സിഗരറ്റ് വലിയിലേക്ക് തന്നെ നിങ്ങൾ മൂവ് ചെയ്യും. പിന്നെ അത് കൂടാതെ ഈ അത് നിക്കോടെക്സ് എന്ന് പറയുന്ന ചൂയിങ്കം, അത് ഒരു നിക്കോട്ടിൻ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ചൂയിങ് ആണ്. അതുകൊണ്ട് നിക്കോട്ടിന്റെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും അതിലും ഉണ്ട്.
അതേപോലെ തന്നെ നമ്മൾ സിഗരറ്റിന്റെ എണ്ണം കുറയ്ക്കുക എന്ന് പറയുന്നതാണ് അടുത്ത ഒരു മാർഗം എന്ന് പറയുന്നത്. എന്നാൽ സിഗരറ്റിന്റെ എണ്ണം കുറച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത് എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ ആഗ്രഹം വരിക. അപ്പൊ നമ്മൾ സിഗരറ്റ് വലി കുറയ്ക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ എതിർ അതിന്റെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഇത് പിന്നീട് ഇതിനേക്കാൾ കൂടുതലായിരിക്കും നിങ്ങൾ സിഗരറ്റ് വലിക്കുക. ഇതൊന്നും ഒരു ദീർഘകാലത്തേക്ക് പ്രായോഗികമായ ഒരു ടെക്നിക്ക് അല്ല ഇത്. അതിൽ പുകവലി നിർത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പുകവലി എന്ന് പറയുന്നത് ഒരു 5% കെമിക്കൽ അഡിക്ഷനും അതേപോലെ തന്നെ 95% അതൊരു മാനസികമായ പ്രശ്നമാണ്. അപ്പൊ ഇത് രണ്ടിനും രണ്ടിൻ്റെതായ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. സിഗരറ്റ് വലിയിൽ നിന്ന് നിർത്തൽ പ്രഖ്യാപിക്കാൻ കഴിയും. അല്ലാത്ത ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് സിഗരറ്റ് വലി നിർത്താൻ കഴിയില്ല.